കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൈഡ്രോ കാർബൺസിൻ്റെ സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും അതേപോലെ സിംഗിൾ ബോണ്ടഡ് ഏതാണ്, സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ, ഡബിൾ ബോണ്ട് ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അതിന് ആൽക്കെയിൻസ്, ആൽക്കീൻ, ആൽക്കൈൻ എന്നുള്ള പേരുകളും കണ്ടു. അതിൽ ആൽക്കെയിൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. അപ്പോൾ ആൽക്കെയിൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് വരുന്നതാണ്. അപ്പോൾ സിംഗിൾ ബോണ്ടഡ് എങ്ങനെയായിരിക്കും വരിക? സി സിംഗിൾ ബോണ്ട് സി, കാർബൺ സിംഗിൾ ബോണ്ട് സി, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഈ സിംഗിൾ ബോണ്ടുകൾ മാത്രം വരിക, അങ്ങനെ തന്നെയാണ് നമ്മൾ ആൽക്കെയിൻസ് എന്ന് പറയാം. അപ്പോൾ ഈ സിംഗിൾ ബോണ്ടഡ് മാത്രം വരുന്നതിന് നമ്മൾ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെങ്ങനെയാണ് പേര് കൊടുക്കാമെന്നും കൂടെ നമ്മൾ അറിയണം. അപ്പോൾ ആൽക്കെയിൻസിൻ്റെ ഈ ANE ആണ് മെയിനായിട്ട് നമ്മൾ പേര് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് സിംഗിൾ ബോണ്ടാണ് ഒരു കോമ്പൗണ്ട് എന്ന് മനസ്സിലാക്കാൻ IUPAC നെയിം കൊടുക്കുമല്ലോ നമ്മൾ. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ANE ആണ്. അതിന് മുന്നേ ഇത് പഠിക്കുന്നതിനേക്കാൾ മുന്നേ നമുക്ക് കുറച്ച് വേർഡ് റൂട്ട്, പേര് കൊടുക്കാനായിട്ട് ആവശ്യമുള്ള വേർഡ് റൂട്ടുകൾ പഠിക്കാം. ഇത് എത്ര നാൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് പഠിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് ഈ വേർഡ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാർബൺ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഒരു കാർബൺ ആണെങ്കിൽ നമ്മൾ പേര് കൊടുക്കുമ്പോൾ എന്താണ് കൊടുക്കുക, വേർഡ് റൂട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മെത്തായിരിക്കും. അത് ഡബിൾ ബോണ്ടായാലും ട്രിപ്പിൾ ബോണ്ടായാലും സിംഗിൾ ബോണ്ടായാലും ഒക്കെ വേർഡ് റൂട്ട് സെയിം ആയിരിക്കും ഒരു കാർബൺ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു കാർബൺ ആണെങ്കിൽ നമ്മൾ വേർഡ് റൂട്ട് മെത്ത എന്നാണ് കൊടുക്കുക. ഇനി 2 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ വേർഡ് റൂട്ട് എന്ത് കൊടുക്കും? എത്ത് എന്ന് പറഞ്ഞു കൊടുക്കും. 3 കാർബൺ ഉണ്ടെങ്കിലോ അതിന് നമ്മൾ പ്രൊപ്പ് എന്നാണ് പറയുക. 4 കാർബൺ ഉണ്ടെങ്കിൽ ബ്യൂട്ട് എന്ന് പറയും. ഇനി 5 കാർബൺ തൊട്ട് നമുക്ക് ഓർക്കാൻ എളുപ്പമുണ്ട്. നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള പോളിഗൺസ് ചാപ്റ്ററിൽ 5 എണ്ണത്തിന് നമ്മൾ പെൻറ്റഗൺ, 6 എണ്ണം ഉണ്ടെങ്കിൽ ഹെക്സഗൺ എന്നൊക്കെ പറയും അല്ലേ. അതേപോലെ ഇവിടെ 5 എണ്ണം ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കും? പെൻറ്റ് എന്ന് പറയും വേർഡ് റൂട്ട്. 6 കാർബൺ ആണെങ്കിൽ നമ്മൾ ഹെക്സ് എന്നാണ് പറയുക. 8 കാർബൺ ഉണ്ടെങ്കിൽ ഒക്ടു എന്നാണ് പറയുക. ബേസിക്കലി നമുക്ക് ഒരു 10th വരെ മെയിനായിട്ട് ഇതാണ് ചോദിക്കുള്ളൂ. വേർഡ് റൂട്ടിൻ്റെത് മാക്സിമം 8 വരെ ചോദിക്കുള്ളൂ. ഇതാണ് നമുക്ക് ഇനി എവിടെയൊക്കെ പേരിടാനായിട്ട് നമുക്ക് IUPAC നെയിംസ് ചോദിക്കുന്നുണ്ടോ അവിടെയൊക്കെ ബേസിക്കായിട്ട് വേണ്ടത് ഈ വേർഡ് റൂട്ട്സ് ആണ്. 1 കാർബൺ ഉണ്ടെങ്കിൽ മെത്ത്, 2 കാർബൺ ഉണ്ടെങ്കിൽ എത്ത്, 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ഉണ്ടെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ ഉണ്ടെങ്കിൽ പെൻറ്റ്, 6 കാർബൺ ഉണ്ടെങ്കിൽ ഹെക്സ്, 7 കാർബൺ ഉണ്ടെങ്കിൽ ഹെപ്റ്റ്, 8 കാർബൺ ഉണ്ടെങ്കിൽ ഒക്ട്.